ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ റംസാൻ 12 ആണെന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ ഇന്നത്തെ റംസാൻ 12 നോമ്പ് എടുത്ത ദിവസത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും രാവിലെ എന്താ പറയുക ക്ലീനിങ്ങിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ടേക്കുള്ള മാവും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും കേട്ടോ. നമ്മൾ ഉള്ളി ബജി, പിന്നെ മുട്ട ബജിക്കുള്ള മാവ്, പിന്നെ ഉരുളൻകിഴങ്ങ് വേവിച്ചൊക്കെ വെച്ചിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഫ്രഷ് ആവാനൊക്കെ പോവുക. എന്നിട്ട് കുറച്ച് നിസ്കാരം മൊത്തം കഴിഞ്ഞ് ഒരു മയക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 4 മണി ടൈമിൽ ഞാൻ കിച്ചണിലേക്ക് കയറും കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വൈകിട്ട് നോമ്പിലൊരു ക്ഷീണം കാര്യങ്ങളുണ്ടാവില്ല നമുക്ക് പണിയെടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് നോമ്പ് ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഞാനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 4 മണി 4:30 ആയപ്പോൾ ഞാൻ കിച്ചണിൽ കയറി. അപ്പോൾ ഒക്കെ സെറ്റ് ആയ കാരണം പെട്ടെന്ന് തന്നെ ഇത് പൊരിച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒക്കെ സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പം പഴം ഞാൻ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഉരുളൻകിഴങ്ങ് ബജിക്ക് ഉണ്ടാക്കി വെക്കാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടാണ് ഇനി ബാക്കി. അപ്പോൾ എന്നാലും പെട്ടെന്ന് നമുക്ക് കിച്ചണിൽ നിന്ന് ഇപ്പോൾ ചൂടല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിച്ചണിൽ നിന്ന് പുറത്ത് വരാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു ഫ്രൈ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഓയിൽ ചൂടായി വരണം. അപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ നമ്മൾ ഈ അടുപ്പത്തോ അല്ലെങ്കിൽ ഗ്യാസുമിലൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ പൊരിക്കാനൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ നോമ്പെടുത്ത ക്ഷീണം പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനേക്കാളും നമുക്ക് ക്ഷീണം വരും. ഈ പ്രാവശ്യം നല്ല ചൂടാണ് നോമ്പിന്. അപ്പം അതുകൊണ്ടാണ് നോമ്പ് അല്ലെങ്കിലും ഞാൻ എല്ലാ നോമ്പിനും ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്ത് വെക്കുക. നേരത്തോടെ തന്നെ മാവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രഷ് ആവാനൊക്കെ പോവുക. അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ പഴം പൊരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇന്നത്തെ നോമ്പുറക്കൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പഴംപൊരി, മുട്ട ബജി, പിന്നെ ഉരുളൻകിഴങ്ങ് ബജി ഉണ്ടാക്കും. കുറേ ദിവസമായി നോമ്പ് 1 മുതൽ വിചാരിക്കുന്നതാണ് ഉരുളൻകിഴങ്ങ് ബജി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ബജി പിന്നെ ഉള്ളി ബജിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റൈലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം പഴം ആണ് പൊരിക്കുന്നത്. അപ്പോൾ നല്ല എന്താ പറയുക വെളിച്ചെണ്ണ ഓയിൽ നല്ല ചൂടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഓയിലാണ് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പഴമൊക്കെ ഇട്ട് ആ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ മറിച്ചിട്ട് അപ്പോൾ അത് നോക്കുമ്പോൾ കളറ് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒക്കെ അതിൻ്റെതായ ബ്രൗൺ കളറൊക്കെ വന്നപ്പോൾ ഞാനതിങ്ങനെ ചെയ്യാണ് കേട്ടോ. പിന്നെ എന്താ പറയുക ഇതിനിടയിൽ ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതല്ല, ഞാൻ ചക്കരമത്ത എന്താ പറയുക ലൂസ് പോലാക്കി ഇങ്ങനെ വെള്ളം പോലാക്കി അടിക്കും. നല്ല ദാഹമല്ലേ, ചൂടല്ല. അപ്പോൾ ഞാൻ നാരങ്ങ വെള്ളം പിന്നെ ചക്കരമത്ത അതുപോലെ തന്നെ ഇങ്ങനെ തണുത്ത വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് ലൂസ് പോലാക്കിയിട്ട് അങ്ങനെ ഞാൻ നോമ്പ് ചെയ്യാറ്. നല്ല ദാഹമല്ലേ, ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ പൊരിച്ച് കഴിഞ്ഞാലും ആദ്യം തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിച്ചാലേ നമ്മൾ വയറ് നിറയും കേട്ടോ. അത് വേറെ കാര്യം. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ. നോമ്പിൻ്റെ നമ്മളിതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇരിക്കും ഇതൊക്കെ ആയിരുന്നു കഴിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നും ഉണ്ടാവില്ല. 2-3 ഗ്ലാസ് വെള്ളം തന്നെ ആദ്യം കുടിക്കും. അപ്പം ഞാൻ ഇത് എന്താ പറയുക വെളിച്ചെണ്ണയിലേക്ക് ഓയിലേക്ക് ഇട്ട് പഴംപൊരി ഇട്ട ശേഷം ഇതിനിടയിൽ തന്നെ ഞാൻ ചക്കരമത്ത അരിഞ്ഞിട്ട് ലൂസ് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം. എന്നിട്ട് അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ നാരങ്ങ വെള്ളം കലക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പണിയും എന്താ പറയുക 2 പണിയും ഇത് പൊരി ഐറ്റംസ് പൊരിക്കണമുണ്ട്. അതിനിടയിൽ തന്നെ ഞാൻ വെള്ളം കലക്കലും പിന്നെ ചക്രമത്ത കൊണ്ടുള്ള ആ വെള്ളം ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ നോമ്പ് 1 മുതൽ 11 നോമ്പ് വരെ ഞാൻ തരിക്കഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഉണ്ടാക്കണില്ല. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം നല്ല ചൂടായ കാരണം ഭയങ്കര ക്ഷീണം തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്ന് വേണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഇക്കാക്കും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇതല്ലേ എന്നും കുടിക്കണം, അപ്പോൾ ഇന്ന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മുട്ട ബജിയാണ് ഇപ്പോൾ ഇനി 2ാമത് മുട്ട ബജിയാണ് കേട്ടോ പൊരിക്കുന്നത്. അപ്പോൾ ഇത് മേലേക്ക് തെറിക്കും എന്നുള്ള പേടിയുണ്ട്. കുറച്ച് ഡിസ്റ്റൻസൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. മുട്ട ബജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിർബന്ധമാണ് എനിക്ക് മുട്ട ബജി 1-2 മുട്ട ബജി ഞാൻ കഴിക്കും കേട്ടോ. ആകെ കൂടുതൽ കഴിക്കുന്നത് മുട്ട ബജി ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എനിക്കിഷ്ടമാണ് മുട്ട ബജി. അപ്പോൾ അതുകൊണ്ട് മുട്ട ബജി സ്കിപ്പ് ചെയ്യാറില്ല. എല്ലാ ദിവസവും മുട്ട ബജി ഉണ്ടായിരിക്കും. അങ്ങനെ
മുട്ട ബജി പൊരിക്കുകയാണ്. ഇനി ഉരുളൻകിഴങ്ങ് ബജിയുണ്ട്, പിന്നെ ഉള്ളി ബജിയുണ്ട്. അപ്പോൾ ഇത് വീഡിയോ എടുക്കലും അപ്പോൾ ഞാൻ കുറേ ദിവസമായി വിചാരിക്കണം, നോമ്പ് 1 മുതലേ വിചാരിക്കുന്നുണ്ട് വീഡിയോ എടുക്കണം, വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ നമുക്ക് ഈ ചൂടും എന്താ പറയുക കിച്ചണിലുള്ള പിന്നെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റാറില്ല. പിന്നെ ഒരു ദിവസം എന്തായാലും ഞാൻ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക വീഡിയോ എടുക്കാൻ പറ്റി എനിക്ക്. അങ്ങനെ ഇപ്പോൾ മുട്ട ബജി പൊരിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉരുളൻകിഴങ്ങ് ബജിയാണ് പൊരിക്കാൻ പോണത്. ഇപ്പോൾ കണ്ടില്ലേ നല്ല എളുപ്പമാണ്. നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരൊറ്റ ഒഴിൽ തന്നെ ഇപ്പോൾ എല്ലാതും പൊരിച്ച് നമുക്ക് പെട്ടെന്ന് ഇതാവും. അല്ലെങ്കിൽ ഒന്ന് പൊരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാവ് പഴംപൊരി പൊരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുട്ട ബജിക്കുള്ള മാവ് ഇതാക്കി വരണം. അപ്പോൾ കുറേ ടൈം നമുക്ക് വേസ്റ്റ് ആവും. നമ്മളൊരു പ്ലാനിങ് കൂടി തന്നെ ഞാൻ ഉച്ചക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിൽ പോയിട്ട് വൈകിട്ടുള്ള മാവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നിട്ട് ഒരു അസർ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഈ മാവും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെക്കും. അപ്പോൾ ആ തണുപ്പും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചേച്ചി നമ്മളെ ഡ്രസ്സൊക്കെ മടക്കി വെച്ച് ഒക്കെ വരുമ്പോഴത്തേനും നമ്മൾ മാവൊക്കെ റെഡി ആയിട്ടുണ്ടാവും, തണുപ്പൊക്കെ വിട്ടിട്ട് സെറ്റായിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ പഴം നേരത്തോടെ അരിഞ്ഞ് വെക്കാറില്ല, ആ ടൈമിൽ തന്നെയാണ് അരിഞ്ഞ് വെക്കാറ്. അപ്പോൾ പിന്നെ ഉരുളൻകിഴങ്ങൊക്കെ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി കേട്ടോ അങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ആ ഒരു വെളിച്ചെണ്ണയുടെ ചൂട് കുറേയില്ല കൂടെയില്ല, അതിൽ തന്നെ എല്ലാ ഐറ്റംസും നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ പൊരിച്ചെടുക്കാൻ പറ്റി. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു, എന്ത് ചൂടല്ലേ, സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. ഞാൻ വീട് ചൂടിൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ വോയിസ് എന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വേർത്തൊലിക്കുക, അത്രയ്ക്കും ചൂട്. എനിക്ക് പൊതുവേ ചൂട് ഉള്ള ആളാണ്, അപ്പോഴാണ് പിന്നെ ചൂട്. അങ്ങനെ എന്താ പറയുക ഉരുളൻകിഴങ്ങ് ബജി ഏകദേശം ഉരുളൻകിഴങ്ങ് ബജിയും അതിലൊരു ബ്രൗൺ കളറാകുമ്പോൾ തന്നെ ഞാനിങ്ങനെ മറിച്ചിടുന്നുണ്ട്, അപ്പുറത്തെ സൈഡും സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ മോള് വരുമ്പോൾ മോളെ ഒക്കത്ത് വെച്ചിട്ടൊക്കെയാണ് ഞാനിത് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ പിന്നെ മോളപ്പോൾ തന്നെ ഇറങ്ങിപ്പോവും, ഫ്രണ്ടിലേക്ക് പോവും, പിന്നെ വരും, അങ്ങനെയൊക്കെ ആയിട്ട് ആണ് നമ്മൾ കിച്ചണിൽ പണിയെടുക്കണത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ വൈകിട്ടൊക്കെ ചൂടത്ത് കിച്ചണിലൊക്കെ. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക നമുക്ക് വേണ്ടപ്പെട്ടവർ കഴിക്കണത് കാണുമ്പോൾ ആ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ. അങ്ങനെ ഉരുളൻകിഴങ്ങ് ബജി നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉരുളൻകിഴങ്ങ് ബജിയും റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ആവും, നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ പെട്ടെന്ന് തന്നെ ഇത് ആവുന്നുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ബജി ആയി. ഇനിയിപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഉള്ളി ബജിയും കൂടി എനിക്ക് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഉരുളൻകിഴങ്ങ് വെളിച്ചെണ്ണ ഇട്ടപ്പോൾ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മുന്തിരിയും എന്താ പറയുക ചക്കരമത്തെ ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ ഞാൻ ഇറക്കിയത്. ചക്കരമത്തെ മുന്തിരിയും മുസമ്പിയാണ് കേട്ടോ ഫ്രൂട്ട്സ് ആയിട്ടുള്ളത്, വേറെ ഒന്നുമില്ല, അത് തന്നെയാണ്. അപ്പോൾ 3 എണ്ണം. പിന്നെ ഇന്ന് ഷെയ്ക്കും കാര്യങ്ങളും ഇല്ല, ഇന്ന് ഷെയ്ക്ക് വേണ്ടെന്ന്, അത്രയും ദാഹം പോയി. കാരണം ജ്യൂസ് 2 ഈ ചക്രമത്ത അതുകൊണ്ട് അത് ലൂസ് പോലെ അടിച്ചിട്ട് കുടിക്കാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുട്ട ബജി നമ്മളെ ഒക്കെ റെഡി, എന്താ പറയുക മുട്ട ബജി അല്ല നമ്മളെ ഉരുളൻകിഴങ്ങ് ബജിയൊക്കെ റെഡി കഴിഞ്ഞാൽ അതിൽ തന്നെ ഞാൻ ഉള്ളി ബജിയുടെ ഇത് വിട്ടും. ഉള്ളി ബജിയും ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉള്ളി ബജി. അപ്പോൾ ഉള്ളി ബജിയും മുട്ട ബജിയും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ ഉണ്ടാക്കാറുള്ള 2 പൊരി ഐറ്റംസാണിത്. ഉള്ളി ബജി ഞാൻ ലാസ്റ്റ് പൊരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉള്ളി ബജി നേരത്തോടെ ഫസ്റ്റിൽ തന്നെ ഉള്ളി ബജി പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തളർന്ന പോലെ ഉണ്ടാവും, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് ലാസ്റ്റ് ടൈമിലാണ് കേട്ടോ ഉള്ളി ബജി പൊരിക്കുള്ളൂ. അപ്പോൾ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഒരു തണുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഞാനത് ലാസ്റ്റിലാണ് ഉള്ളി ബജി പൊരിക്കുക. അപ്പോൾ അപ്പുറത്തിൽ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ബാങ്ക് കൊടുക്കാനായിരിക്കണം കേട്ടോ. അപ്പം ഞാനൊരു 5:30 ആ ടൈമൊക്കെ 5:30 അല്ല 6:15 ടൈമൊക്കെ ആയി. അങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ടപ്പോൾ നമ്മൾ പൊരി ഐറ്റംസ് ഓൾമോസ്റ്റ് എല്ലാം 4 ടൈപ്പ് ഇതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിനിടയിൽ വെള്ളം കൊണ്ട് ടേബിളും കൊണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ വൈകിട്ട് 4:30 ആ ടൈമിലൊക്കെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഇത് പൊരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ തന്നെ 6:15 ആവും എല്ലാതും കൂടിയിട്ട് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഒരു 4:30 4:45 5 മണി ടൈമിൽ കിച്ചണിൽ കയറിയുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ചൂടോട് കൂടി തന്നെ നമുക്ക് നോമ്പ് തുറന്നാൽ കഴിക്കാൻ പറ്റും. അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ടേബിൾ കൊണ്ട് സെറ്റ് ചെയ്യണം. അങ്ങനെ അപ്പോൾ ഇനി വെള്ളം
ഇനിയിപ്പോൾ ടേബിൾ ഞാൻ ഗ്ലാസ്സൊക്കെ കൊണ്ട് വെച്ച് വെള്ളമൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കണം. ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞൊരു 2-3 മിനിറ്റ് ഉള്ളൂ. പിന്നെ ഇക്ക വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ ചക്കരമത്ത കുറച്ച് ലൂസിലടിച്ചിട്ട് അങ്ങനെ പച്ചമുന്തിരി ഉണ്ടായത്, നാരങ്ങ വെള്ളം, മുസമ്പി, മുട്ട ബജി, അങ്ങനെ നമ്മളെല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടപ്പെട്ട ഈത്തപ്പഴം നിർബന്ധമാണല്ലോ. കാരക്കാണ് എനിക്കിഷ്ടം, പക്ഷെ അന്ന് ഈത്തപ്പഴം ഉണ്ടാകും, കാരക്ക കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ, വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നോമ്പ് തുറയുടെ ഐറ്റംസ്. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഇനിയൊരു 2-3 മിനിറ്റും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിങ്ങനെ പറയാൻ കേട്ടോ, 2-3 മിനിറ്റും കൂടി ഉണ്ടെന്ന് മോളോട് ഇങ്ങനെ പറയുക. മോളിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയും 2 മിനിറ്റ് ഉണ്ട്, 3 മിനിറ്റ് ഉണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്ത് അപ്പോൾ ഞാനിക്കും കൂടി നോമ്പ് തുറന്ന് ആദ്യം ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്ന് പിന്നെ വെള്ളം കുടിച്ച് പറഞ്ഞാൽ നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാനിക്കും കൂടിയിട്ട് വെള്ളം കുടിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, വെള്ളം കുടിക്കണം. അപ്പോൾ ഇക്ക പറയുന്നത് ഇക്ക വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേണ്ട, ഇക്ക ഞാൻ നോമ്പ് തുറക്കുന്നുണ്ട് കേട്ടോ അതിനോട്. അപ്പം അങ്ങനെ ഞാനിക്കും കൂടി നോമ്പ് തുറന്ന് ആദ്യം ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് എന്നിട്ട് പിന്നെ പൊരി ഐറ്റംസ് കഴിക്കുള്ളൂ. അങ്ങനെ എന്താ പറയുക, നല്ല ഫ്രൂട്ട്സ് ഈ ചക്രമത്തൊക്കെ കഴിച്ച് ജ്യൂസ് ഒക്കെ കുടിച്ച് പിന്നെ ആദ്യം തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ കഴിച്ചതിന് ശേഷം 2-3 പൊരി ഐറ്റംസ്, ഇപ്പോൾ മുട്ട ബജിൽ ഉണ്ടെങ്കിൽ ഒന്ന്, അതിനല്ലെങ്കിൽ പൊരിച്ച ഐറ്റംസിൽ നിന്ന് തന്നെ 2-3 കടി കഴിച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പോകട്ടോ, നിസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോകും. കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി കഴിക്കാനിരിക്കുക. പിന്നെ പൊരി ഐറ്റംസൊക്കെ ഇരുന്നിട്ട് നമ്മൾ കഴിക്കൂട്ടോ. അപ്പോൾ മോള് ഒന്നും കഴിക്കണില്ല, അപ്പോൾ കയ്യിൽ ഉള്ളി വെച്ച് കൊടുത്തിരിക്കുകയാണ്, അതിങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ കളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഇന്ന് പിന്നെ ചിക്കനും ഞാൻ പിന്നെ കാണിക്കാൻ വിട്ടുപോയി, ആ വീഡിയോൻ്റെ മിസ്സായി. ചിക്കൻ കറിയും പൊറോട്ട ആണ് കേട്ടോ. പൊറോട്ട മേടിച്ചതാണ്, ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 9 മണി 9:30 ടൈമായി കഴിഞ്ഞാൽ പിന്നെ ആ ഫുഡ് കഴിച്ച് കിടക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ചിക്കൻ കറി പൊറോട്ടയും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.